പേരെടുത്ത് നന്ദി പറയാൻ കഴിയാത്ത നിലയിൽ എല്ലാവരോടുമുള്ള സ്നേഹം ആദ്യം തന്നെ അറിയിക്കുകയാണ്. എനിക്ക് ഇന്ന് വൈകിട്ട് ഞാൻ പഠിച്ച കോളേജിലുള്ള ഒരു ചടങ്ങിൽ തിരുവനന്തപുരത്ത് പോകേണ്ടതിനാലാണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു വൈകാരികത ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ 10 വർഷത്തെ നഴ്സിംഗ് ജീവിതം ഒരു നിങ്ങളോട് ഇവിടെ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് സാറ ടീച്ചറോ റഫീഖ് മാഷോടോ ഒന്നല്ല പറയാനുള്ളത്, നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. കാരണം എനിക്കറിയാം ഒരു 100 കൂട്ടം അപകർഷതാബോധങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ അങ്ങനെ നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി ഊഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മൾ ഓരോ ദിവസം തൊഴിലിലേക്ക് പോകുമ്പോഴും നമ്മൾ ഏതൊക്കെയോ ഒരു എഡ്ജിലാണ് ചെന്നെത്തിപ്പെടുന്നത്. അത് മനുഷ്യ ജീവിതത്തിൻ്റെ വൈകാരികതകളുടെ മരണത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു കറുത്ത അതിരിലേക്ക് എന്നും പോയി തിരിച്ചു വരും. നമ്മളെ തന്നെ നമ്മൾ ഒരിക്കൽ കൂടി പുതുക്കി പണിത് വീണ്ടും തൊഴിലിന് പോകും. നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ എന്നാണ്. അപ്പം എന്നും ഇത് ശാക്തീകരിക്കപ്പെടും. തകർന്ന് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ഒരുപാട് പേരുടെ മുന്നിൽ ചിരിച്ച് വഴക്കൊക്കെ വാങ്ങിച്ച് അല്ലേ, ഇപ്പോഴും പുട്ടപ്പ് ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയുന്ന മാഡംസ് നിൽക്കില്ലേ. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവരുടെ നഴ്സിംഗ് ജീവിതം തുടങ്ങിയ റോയൽ കോളേജിൽ പോയിരുന്നു, കിങ്സ് കോളേജിൽ പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ചരിത്രം ഫോട്ടോകളായിട്ടും മറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഫ്ലോറൻസ് നൈറ്റിംഗേൽ തുടങ്ങിയ സമയത്തുള്ള കുപ്പായങ്ങൾ, നമ്മുടെ നഴ്സിംഗ് കുപ്പായങ്ങൾ, യൂണിഫോമുകൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒരു വലിയൊരു സാമ്രാജ്യത്വ ശക്തിയായ ഇംഗ്ലണ്ട് അവരുടെ ഏതോ ഒരു യുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് നോക്കാനായി ഒരു പറ്റം നൺ സിസ്റ്റേഴ്സ് അവരുടെ കുപ്പായങ്ങളാണ്. അപ്പൊ അവർ അങ്ങനെ കുറച്ച് സ്ത്രീകളെ പട്ടാളക്കാരെ നോക്കണം. ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പ്രൊഫഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതായത് പരസ്പരം മനുഷ്യനെ വെടിവെച്ചിടുകയും കൈയും കാലും വെട്ടിമുറിക്കുകയൊക്കെ ചെയ്ത് വാർ സോണിലേക്കാണ് ആദ്യമായി നമ്മൾ മാലാഖമാർ പോയി ഇറങ്ങിയത്. അതും ബ്രിട്ടൻ പോലൊരു വലിയ രാജ്യത്തിന് വേണ്ടി. അപ്പൊ ഈ കുപ്പായങ്ങളുടെ ഫോട്ടോകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിൽ. പൊതുവെ ബ്രിട്ടീഷുകാർ അതിനൊക്കെ മിടുക്കരാണ്. ഇപ്പോ ഗാന്ധി നിന്ന സ്ഥലം, ഗാന്ധി പോയ സ്ഥലം എല്ലാം ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കും. അവർക്ക് ചരിത്രം നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ ബുദ്ധിപൂർവ്വം അവർ ചില ചരിത്രമൊന്നും അടയാളപ്പെടുത്തത്തുമില്ല. അപ്പോൾ ഈ വേഷങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തലയൊക്കെ മൂടിയ തൊപ്പികൾ, വലിയ വലിയ ഏപ്രനുകൾ, അതായത് ശിരോവസ്ത്രങ്ങൾ, ഒരു അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീകളുടെ ഒക്കെ പോലത്തെ തുടക്ക വസ്ത്രങ്ങളായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അടിമത്വ ബോധമാണ്. അപ്പോൾ എൻ്റെ നോവൽ എല്ലായിടത്തും ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് നഴ്സിംഗ്, സ്ഥാപനവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഭയങ്കര മാനവികതയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ബില്ലൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പഠിച്ച ബുക്കുകൾ ഓർത്താൽ എല്ലായിടത്തും കാരുണ്യം, മമത തുടങ്ങിയ വികാരങ്ങളുടെ ഒക്കെ കുത്തകാവകാശമൊക്കെ എടുത്ത് മാലാഖ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ്. പക്ഷെ ബില്ല് കൊടുക്കണം അല്ലേ, പിന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടൂല എന്ന് പറയണം, ഡിസ്ചാർജ് ആക്കി വിടണം, ചിലപ്പോ ക്രൂരമായ സത്യങ്ങളൊക്കെ പറയേണ്ടി വരും അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും എവിടെയൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ നിമിഷങ്ങളിലൊക്കെയാണ് നമ്മൾ കാരുണ്യത്തെയും മമതയൊക്കെ ഒറ്റിക്കൊടുത്തത്, വഞ്ചിച്ചത് എന്നൊക്കെ ഉള്ളത്. അപ്പോ ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നഴ്സിംഗ് ജീവനക്കാരി, അതാണ് വാക്ക്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് തൊഴിലാളി ഏറ്റവും കൂടുതൽ അന്തസംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖല അതാണ്. നമ്മൾ ഏതോ ഒരു സ്ട്രക്ചറിന് വേണ്ടി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് വേണ്ടി, ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകും, വേണ്ട ഞാൻ നാളെ മുതൽ എൻ്റെ വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിക്കോളാം, എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആത്മസംതൃപ്തി. ഒരു നേഴ്സിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നാളെ മുതൽ ഞാൻ സ്വന്തമായ ഏതെങ്കിലും രോഗികളെ പരിചരിച്ചു കൊള്ളാം,
നിങ്ങളെ ഇതിൻ്റെ അകത്ത് നിന്ന് വീർപ്പുമുട്ടാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു നേഴ്സിന്, അല്ലെ? അതായത് ഒരു നഴ്സിംഗ് ഒരു എപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലാണുള്ളത്. ആ നിമിഷം മുതൽ നമ്മളുടെ കലാപങ്ങൾ, കലഹങ്ങൾ ഒക്കെ തുടങ്ങുകയായി. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി മാത്രമല്ല, അത് മനുഷ്യൻ സൃഷ്ടിച്ച സകല വ്യവസ്ഥിതികളുമാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ മരണം അല്ലെങ്കിൽ ഈ രോഗാതുരത ഇതിനോടൊക്കെയാണ് നമ്മൾ സംവദിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കാശിന്റെ, പണത്തിന്റെ, വലിയ വലിയ നിക്ഷേപങ്ങളുടെ, സ്റ്റേറ്റിന്റെ നിയമങ്ങളുടെ ഒക്കെ ചട്ടക്കൂടുകൾ ഇങ്ങനെ ഇടയിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഇതിനിടയിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ എത്രമാത്രം ശക്തിപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ശക്തരായി എന്തൊക്കെ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ശരാശരി നേഴ്സിന് കേരളത്തിൽ അറിയാമായിരിക്കും, അല്ലെ? ഇപ്പൊ ഒരു ഡോക്ടർ തന്നെ വന്നിട്ട് ഒരു മരുന്ന് എഴുതി ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം ഇത് അല്ല, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു സംശയം എനിക്കുണ്ട് എന്ന്. ഇന്നത്തെ ഇംഗ്ലണ്ടിലെ അവസ്ഥയിൽ ഞാൻ പറയുകയാണ്, അവിടുത്തെ ഒരു നേഴ്സ് പറയും, സോറി ഡോക്ടർ, ഐ ചലഞ്ച് ചെയ്യും, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ പിന്നെ ഡോക്ടറിനെ സാറെന്നൊന്നും വിളിക്കില്ല, മിസ്റ്റർ ജോൺ, ഐ ചലഞ്ച് ചെയ്യും എന്ന് പറയും. പറയാനുള്ള നട്ടല്ല അവിടുത്തെ നേഴ്സിനുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ട് മിസ്റ്റർ ശശിധരൻ നായർ, ഐ ചലഞ്ച് ചെയ്യും, അന്നത്തോടെ തീരുമാനമാവും. ആഹാ, എന്നെ ചലഞ്ച് ചെയ്ത ഒരു നേഴ്സ് ഈ ആശുപത്രിയിൽ ഇനി ഉണ്ടാവില്ല. ശശിധരൻ നായർ അന്ന് വൈകുന്നേരം എനിക്ക് പണി തരും, അല്ലെ? അപ്പോ ഇത്രയാണ് നമ്മൾ ഇവിടെ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ നഴ്സിംഗ് സമരം കേരളം കണ്ടു കഴിഞ്ഞു. ഒന്നും അതിന് ഒരു തൊഴിലാളി സർക്കാരിന്റെ സമയത്താണ്, അല്ലെങ്കിൽ ഒരു ഇടത് പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് തന്നെ നഴ്സുമാർ എത്രയോ തവണ സമരം ചെയ്തു. എന്നിട്ടും എന്തെങ്കിലും ഒരു ആളുകൾ അല്ലെങ്കിൽ വലിയൊരു മാലാഖ സംരക്ഷകരായി ഇറങ്ങി തിരിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മളിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ലായിരുന്നു ആശാ വർക്കർമാർ. അവർ സമരം ചെയ്തു, എന്നിട്ട് അവരെ എത്ര പേർ കാത് തുറന്ന് കേട്ടു എന്നുള്ളത് ഒരു സംശയമാണ്, അല്ലെ? ഇംഗ്ലണ്ടില്, അമേരിക്കയിലൊക്കെ ഇപ്പൊ നടക്കുന്ന പഠനങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഏറ്റവും കമ്മ്യൂണിറ്റി ലെവലില് ഈ ആരോഗ്യം എന്ന് പറഞ്ഞ യൂണിറ്റ്, അത് ആരോഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും ആ ഗ്രാസ് റൂട്ട് ലെവൽ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. വലിയ വലിയ ഹോസ്പിറ്റലുകൾ അല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരേക്ക് എത്തുന്നതിന് മുൻപ്, ഒരു സ്ട്രോക്ക് വരും മുൻപ് വീട്ടിൽ ബ്ലഡ് പ്രഷർ കൃത്യമായി നോക്കിയിരുന്നെങ്കിൽ സ്ട്രോക്ക് വരാതെ കുറെ പേരെ കൂടെ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്ന് പറയുന്ന ചിന്താഗതിയാണ് ഇപ്പോ ആ രാജ്യങ്ങൾ, അതായത് ഈ പറയുന്ന UK, US ഒക്കെ. അപ്പൊ അവരവിടെയുള്ള ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാരെ പോലെ. ഇവിടെയുള്ള അനുഭവം ചില ആശാ വർക്കർമാർ എൻ്റെ അടുത്ത് പറയാം, ഏതെങ്കിലും വീടുകളിലൊക്കെ പോയി എന്തെങ്കിലും ബ്ലഡ് പ്രഷറൊക്കെ നോക്കിയതിന് ശേഷം ഒരു വെള്ളം ഉണ്ടോ, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, പോയിക്കോ എന്ന് പറഞ്ഞ അനുഭവം പറഞ്ഞവരുണ്ട്. മെഡിക്കൽ കോളേജിൽ തന്നെ തിരക്കിനിടയിൽ ഓടുന്ന ഒരു നഴ്സിനെ എടി എന്ന് വിളിച്ച് ചീത്ത വിളിക്കുന്ന സാഹചര്യങ്ങൾ ഒരു പതിവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ പറയുന്നത് ഒരു പതിവാണോ? എന്നാൽ പതിവാണ്. നിങ്ങൾ കാഷ്വാലിറ്റികളിൽ ഒരു രാവിലെ 3 മണിക്കോ 4 മണിക്കോ പോയി നിൽക്കണം. കിളിമാറിയ നിമിഷങ്ങളിലൊക്കെ പറയല്ലോ, വെളുപ്പാങ്കാലം, തിരക്കോട് തിരക്ക്, ആവശ്യത്തിനുള്ള ആളുകളില്ല. എത്ര ബ്രൂട്ടലായ, എത്ര എന്താണ് സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് വേണ്ട സുരക്ഷയോ ഒന്നുമില്ലാതെ നഴ്സുമാരും ഡോക്ടർമാരും ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിസ്റ്റത്തിനെതിരായി നമ്മൾ സംസാരിച്ചോ, എവിടെയെങ്കിലും ഒന്ന് പറയുകയോ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഡ്യൂട്ടിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് മാത്രം തിരക്കുള്ള സ്ഥലം, എടുത്താ പൊങ്ങാത്ത പണി, ചെയ്താലും തീരാത്ത ഓഫൊക്കെ ചോദിച്ച ദിവസം, അതായത് എനിക്ക് ഇന്ന ദിവസം ഓഫ് വേണമെന്ന് പറഞ്ഞ ദിവസം കൃത്യം ഡ്യൂട്ടി ആയിരിക്കും. കാരണം അങ്ങനെ സംസാരിക്കണ്ട, അങ്ങനെ സംസാരിച്ചവരാരും ഇവിടെ നിൽക്കണ്ട എന്നുള്ള ഒരു വെട്ടി ഒതുക്കി. ഇപ്പൊ എങ്ങനെയാണോ ഒരു വലിയ ഹോസ്പിറ്റലുകളുടെ മുന്നിലൊക്കെ ഈ പുല്ലുകളിലൊക്കെ വെൽക്കം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അതായത് വെൽക്കം വിട്ട് മാറി അതിന് വളരാൻ സാധിക്കില്ല, എന്നും വെട്ടി ഒതുക്കും.
അതുപോലെയാണ് ഒരു നഴ്സിന്റെ ജീവിതം. ഈ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്നത് തുടങ്ങും. ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത്. വെറുതെ എന്തിനാ വാർഡിൽ നിന്ന് ചിരിക്കുന്നത് ചോദിക്കും. പുട്ടപ്പിയാതെ വന്നത് എന്താ, ഇതെന്താ ഞാത്ത് കമ്മലൊക്കെ ഇട്ടിരിക്കണ, ഒരു കമ്മലിട്ട കുറ്റം, ഒരു കാര്യമായെന്ന് ചിരിച്ച കുറ്റം, എല്ലാത്തിനും. ഈ ഡോക്ടർ വരുന്നു, റൗണ്ട്സിന് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തെച്ചിക്കാട്ട് രാമചന്ദ്രൻ ആനയൊക്കെ എഴുന്നള്ളത്തിന് വരുന്നു എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ഹെഡ് സിസ്റ്റർമാരൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ കാണിക്കും. അയ്യോ രാമചന്ദ്രൻ സാറ് വരുന്നു, ചാടി എണീറ്റ് എന്തൊക്കെയൊക്കെയോ തട്ടിമറിക്കുന്നു, ഇറങ്ങി ഓടുന്നു. സാറല്ലേ വരുന്നത് എന്ന് ചോദിക്കണം എന്ന് തോന്നും. ഇത് ആനയൊന്നും ഇല്ലല്ലോ വരുന്നത്. ചാടി എഴുന്നേറ്റ് തിയേറ്ററിൽ ഞാൻ ആദ്യമായി പോയ സമയത്തുള്ള അനുഭവം ഞാൻ പറയാം. അവിടുത്തെ ഹെഡ് സിസ്റ്റർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് വരുന്നുണ്ട്, പേര് പറയുന്നില്ല, ഇന്നത്തെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. സാറ് വരുന്നുണ്ട്, വേഗം തന്നെ സാറിന്റെ സ്ലിപ്പർ കൈക്ക് തുടച്ച് അവിടെ കൊണ്ടിടണം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ അനങ്ങുന്നൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരി കുറച്ചും കൂടെ ബോൾഡാ. ഞാൻ കൂട്ടുകാരി പറഞ്ഞു, അതെന്താ സാറ് വന്ന് തനിയെ ചപ്പൽ എടുത്തിടാൻ സാറിന് സാധിക്കില്ലേ ചോദിച്ചു. അപ്പോ ഈ പറയുന്ന തിയേറ്ററിന്റെ മുഴുവൻ അതായത് മുഴുവൻ ചാർജുള്ള നേഴ്സാണ് ഈ പറയുന്നത്. അവരുടെ പദവിയുടെ വില അവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഇവര് ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നും പറഞ്ഞാൽ ചെയ്യില്ല എന്ന് പുള്ളിക്കാരി തന്നെ പോയി സാറിന്റെ ചെരുപ്പൊക്കെ കഴിഞ്ഞ് സാറ് വരുമ്പോൾ ചെരുപ്പൊക്കെ കൊണ്ടിട്ട്. നമ്മൾ ഒരു ആശുപത്രിയിൽ വന്നിരിക്കുന്നത് രോഗിയെ പരിചരിക്കാനാണ്, അല്ലാതെ ഡോക്ടർ പരിചരിക്കാനല്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നോവൽ എഴുതിപ്പോയത്. ആ നോവൽ എഴുതിയതിൽ എനിക്ക് ശരിക്കും മനസ്താപമുണ്ട്. കാരണം ഒട്ടും പക്വതയില്ലാതെയാണ് അത് എഴുതിയതെന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം 10 വർഷമായിട്ട് അത്രമാത്രം ആന്തരിക സംഘർഷം എനിക്കുണ്ട്. സാറിന്റെ ടേബിളിൽ കൊണ്ടുപോയി ചായ വെക്കുക, അല്ലെങ്കിൽ സാറിന്റെ പിന്നാലെ നടന്ന റൗണ്ട്സിന് നോട്ട്സ് എഴുതിയെടുക്കുക. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്, ഇവരോടൊക്കെ എനിക്ക് ഒന്നും പറയാനില്ല. അവരൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ, കാരണം എനിക്ക് പ്രതീക്ഷ നിങ്ങളിലാണ്. ഒരു ഒരു മെഡിക്കൽ കോളേജിൽ നല്ല പ്രശസ്തനായ ഒരു ഡോക്ടർ, ഇന്നിവിടെ പറഞ്ഞാൽ മീറ്റ് പോകും, പേരൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇന്ന് വലിയൊരു പദവിയിൽ സർവീസിലിരിക്കുന്ന മനുഷ്യൻ. ന്യൂറോ സർജറി ICU ആണ്. അവിടെ ഞങ്ങൾ സ്റ്റുഡൻസായി നിൽക്കുക. ഒരു നേഴ്സ് ഉണ്ട്. അവരോട് ഇദ്ദേഹം വന്ന് ചോദിച്ചു, എത്രാമത്തെ ദിവസമാണ് ഈ ആന്റിബയോട്ടിക് പോകുന്നത്? പുള്ളിക്കാരി 4 എന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസമാണ് ആന്റിബയോട്ടിക്. ശരിക്കും 7ാമത്തെ ദിവസം എന്തോ ആയി. ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പാവപ്പെട്ട PG ഉണ്ടാവുമല്ലോ ഈ മനുഷ്യന്റെ പിന്നാലെ നടക്കാൻ, ആ PG ഓടി വന്നു. സാർ ഇത് 7ാമത്തെ ദിവസമാണ്, നിർത്തേണ്ട സമയമായി. ഉടനെ ഈ പുള്ളിക്കാരൻ വളരെ മോശമായൊരു വാക്ക്, ഇന്ന കളി കളിക്കാനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഉറക്കെ എല്ലാവരുടെ മുന്നേ വെച്ച്, ഈ കളി കളിക്കാനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഈ നേഴ്സിനോട് സംസാരിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് പറയണം. ഇവര് കരയാൻ തുടങ്ങി. അപ്പോ ഈ ഹെഡ് നേഴ്സ് വന്ന് പറഞ്ഞില്ല, പുള്ളി കൊല്ലം ഭാഗത്തുള്ള എന്തോ ഒരു കളിയുടെ കാര്യം ഉദ്ദേശിച്ച് അങ്ങനത്തെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ല, വളരെ നല്ല മനുഷ്യനാണ്. ഈ പുള്ളിക്കാരി കരയാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, അസോസിയേഷൻ്റെ ഒക്കെ വലിയ തലപ്പത്തുള്ള ഡോക്ടറാണ്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. തനിക്ക് പരാതി കൊടുക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കൊടുക്കാം, അല്ലാതെ നമ്മുടെ നഴ്സിംഗ് വിഭാഗം ഇതിന് ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ആ നേഴ്സ് കുറേ നേരം കരഞ്ഞു. പിന്നെ കണ്ണൊക്കെ തുടച്ചിട്ട് വന്ന് കൊടുക്കേണ്ട മരുന്നുകളൊക്കെ കൊടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഹാൻഡ് ഓവർ കഴിഞ്ഞ് വീട്ടിൽ പോയി. പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം ഇതേ സാറ് തന്നെയാണ്. ഇത്ര വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ച ആ മനുഷ്യന് കീഴിൽ പിന്നെയും വർക്ക് ചെയ്യുക, പിന്നെയും വഴക്ക് കേൾക്കുക, പിന്നെയും അതേ സ്ഥാനത്ത് നിന്ന് ചലിക്കാൻ പറ്റാതെ നിൽക്കുക. ഞാൻ ചോദിക്കുകയാണ്, ആന്റിബയോട്ടിക് എത്രാമത്തെ ദിവസമായി എന്ന് പറയേണ്ടത് ഒരു നേഴ്സിന്റെ കടമയാണോ? അല്ല. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു അടിമയൊന്നും അല്ല. ഒന്നാമത്തെ കാര്യം, മറ്റേ എഞ്ചിനീയറും കെട്ടിടം തൊഴിലാളിയും അല്ല ഒരു നേഴ്സും ഒരു ഡോക്ടറും. ഒരു നേഴ്സിന്റെ കീഴിലല്ല ഒരു ഡോക്ടറിന്റെ കീഴിലല്ല ഒരു നേഴ്സ് ജോലി ചെയ്യുന്നത്. നഴ്സിംഗ് ഒരു കലയാണ്. നഴ്സിംഗ് ഒരു പ്രത്യേക വിഭാഗമാണ്. നമ്മളൊരു ടീമാണ്. നിങ്ങൾ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും മെഡിക്കൽ ട്രീറ്റ്മെന്റും ചെയ്യുന്നു. ഞങ്ങൾ നഴ്സിംഗ് രീതിയിലുള്ള അസസ്മെന്റും ഇൻവെസ്റ്റിഗേഷനും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ തലച്ചോറാണെങ്കിൽ ഞാനൊരു ഹൃദയമാണ്. ഞാൻ ചെയ്യുന്നത് എൻ്റെ റൂട്ടിലാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡോക്ടറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷന്റെ അവസാനം വരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
നിങ്ങൾ UK-ലോ US-ലോ എവിടെയും പോയി നോക്കൂ, ഒരു നഴ്സ് എന്ന് പറയുന്നത് ഒരു ടീം മെമ്പറാണ്. നമ്മൾ ഒരു ഓർഡർലിയോ സബോർഡിനേറ്റോ അല്ല. അത് വീണ്ടും 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 പറയണം. എനിക്ക് ഒരു സംശയമുണ്ട്. എന്റെ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയിൽ എനിക്കൊരു വലിയ ചലഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ചലഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ ഈ ടീം മെമ്പർ ആണ് എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം. ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ UK-ല് അവിടെ അതായത് ആ ടീമിലെ ഒരു ചെറിയ അനസ്തീഷ്യ ടെക്നീഷ്യന് വരെ ചലഞ്ച് ചെയ്യാം. അതായത് ഞാൻ ഇത് നിർത്തിവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഈ പ്രൊസീഡിങ്സ് ശരിയല്ല, നിങ്ങൾ ഈ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ല നിങ്ങൾ ഈ കുത്തുതുറന്നുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ചെറിയ ചലഞ്ച് ഉണ്ട്. അങ്ങനെ അതിന് ടീം ബ്രീഫ് എന്ന് വിളിക്കും. ടീം ബ്രീഫ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. ആരെങ്കിലും ഒരാള് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ഫൈൻ, ഇത് ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ആള് പറഞ്ഞാൽ ആ സമയം ആ പ്രൊസീജിയർ നിർത്തിവെക്കണം. എന്താണ് നിങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് അവിടെ ചോദിച്ചിരിക്കും. ആ ഒരു സ്പേസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ നമുക്ക് ഏത് ഹോസ്പിറ്റലിലുള്ള ബില്ല് എടുത്ത് നോക്കിയാൽ നഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു തുക ആണ്. നഴ്സിംഗ് സർവീസ് ഇത് എത്ര രൂപയാണ്? എന്താണ് നടക്കുന്നത്? ഇതിനൊരു കളക്റ്റീവായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടാവാൻ ഉറപ്പായും നമ്മൾ അതിന് മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രൊഫഷണലായിട്ട് മാത്രമല്ല, നമ്മുടെ എല്ലാ നിലയിലും സാമൂഹികമായിട്ട്. കാരണം നമ്മൾ ഇതിന്റെ ഒരു കാരുണ്യത്തിന്റെ, അല്ലെങ്കിൽ ഇതിന്റെ മമതയുടെ, ഇതിന്റെ ഒരു വലിയ മാനവികതയുടെ ഒരു വലിയ ഭാഗമായി നിൽക്കുകയാണ് നമ്മൾ, അല്ലെ? അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന രോഗിയുടെ അഡ്വക്കേറ്റ് ആണ് നമ്മൾ. നഴ്സിംഗ് പ്രൊഫഷന്റെ ഗോൾസിൽ വളരെ പ്രധാനമായിട്ട് പഠിപ്പിക്കും. ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗിന്റെ ദിവസവും പഠിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ആണ് നമ്മൾ. നഴ്സിംഗ് അഡ്വക്കേറ്റ്. വയറിളക്കി പണ്ടാരടങ്ങിയ ഒരു മനുഷ്യനെ ഇപ്പോഴും വയറിളകാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക ഡോക്ടർ. എന്നാലും ഇനിയും കൊടുക്കണോ എന്നൊന്ന് ചോദിക്കാൻ പേടിയാ. ഇളക്കി മരിച്ചാലും വേണ്ടില്ല, ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടർ പിണങ്ങി പോകരുത് എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു നഴ്സ് പോകരുത്. നിങ്ങൾ ആ മരുന്ന് നിർത്താൻ സമയമായി ഡോക്ടർ എന്ന് പറയാനുള്ള ആ ഒരു ആർജവം നിങ്ങൾ കാണിക്കണം. എൻ്റെ സമയമായി എന്നുള്ള കുറിപ്പാവുന്നത് കേട്ടോ, എനിക്ക് സംസാരിച്ച് മതിയായിട്ടില്ല. അപ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നഴ്സിംഗ് പ്രൊഫഷന്റെ അനന്തമായ സാധ്യതകൾ മറന്നു പോകരുത്. ഞങ്ങളിങ്ങനെ പറയും, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഞങ്ങൾ ഗ്രൂപ്പ് കോളൊക്കെ വിളിക്കുമ്പോൾ ഒരാൾ കാനഡ, ഒരാൾ അമേരിക്ക, ഒരാൾ US, ഒരാൾ UK. അപ്പം നമ്മളിങ്ങനെ പറയും, ഒറ്റ ഡിഗ്രി വെച്ചാൽ ലോകം മുഴുവൻ സഞ്ചരിച്ചത്. 8 ജോലി കളഞ്ഞ ആളാണ് ഞാൻ. ഇന്ത്യയിലാണ് ഈ 7 ജോലി കളഞ്ഞത്, 8ാമത്തെ ജോലി UK-ലാണ്. ഈ 7 ജോലി ജിപ്മർ അങ്ങനെ. എന്നിട്ടും ഒരു ഡിഗ്രി ഉള്ളത് കൊണ്ട് മാത്രം ഇത്ര രാജ്യങ്ങൾ പോകാനും സഞ്ചരിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ പ്രൊഫഷന്റെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നിങ്ങൾ മറക്കാൻ പാടില്ല. ഒരു കെട്ടുകുറ്റിക്ക് ചുറ്റും കെട്ടിയിട്ട ബലിമൃഗത്തെ പോലെ ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. ലോകം മുഴുവൻ നമുക്ക് സാധ്യതകളുണ്ട്. ഇതൊരു സ്കിൽഡ് പ്രൊഫഷനാണ്. നമുക്ക് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക, വേണ്ടാന്ന് പോകുമ്പോൾ ഇട്ട് കളഞ്ഞിട്ട് പോവാം. അതിനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടാവുക. നമ്മൾ തൊഴിലിന്റെ ഡിഗ്നിറ്റി നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നൊന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആൺകുട്ടികളെ കാണുന്നുണ്ട്. എൻ്റെ കാലത്ത് മെയിൽ നഴ്സിംഗിൽ ആൺകുട്ടികൾ ഇതിലേക്ക് വരാറില്ല. അപ്പോൾ ഈ പ്രൊഫഷനിലേക്ക് വരുന്ന ആൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, കുറച്ച് പൈസ ആയതിനു ശേഷം ബിസിനസ് ഒക്കെ ചെയ്ത് മാറണം എന്ന്. എന്തോ ഒരു അവസ്ഥാബോധം നിങ്ങൾക്കുണ്ട് എന്നെനിക്ക് തോന്നലുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പ്രൊഫഷണലായി നമ്മളൊരു എസ്തെറ്റിക്, ഹോസ്പിറ്റലിൻ്റെ ഒരു എസ്തെറ്റിക് ഭംഗിയാണ്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഒരു എസ്തെറ്റിക് വശമാണ്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. ഇവിടെ ഒന്നും നഴ്സിങ്ങിന് വളരെ നഴ്സിംഗ് പ്രാക്ടീഷണർ പോലുള്ള വലിയ വലിയ സ്കോപ്പ് ഇല്ല എങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്. പല രീതിയിൽ നിങ്ങൾക്ക് ഗംഭീരമായ രീതിയിൽ നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷനെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. വെറുക്കും, നിരാശ വരും, കളഞ്ഞിട്ട് പോകാൻ തോന്നും, എന്തിനാണ് നഴ്സായതെന്ന് തോന്നും. പക്ഷെ എന്നാലും വെറുത്ത് ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾ മനസ്സിലാക്കും, ഇതൊരു മഹത്തായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വലിയൊരു ഹോളി പ്രൊഫഷൻ തന്നെയാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് മനസ്സിലാവും. ജീവിതത്തിൻ്റെ
വല്ലാത്തൊരു അർത്ഥതലത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോ ഒന്ന് മഹത്തരമായ എന്തോ ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നഴ്സസ് ദിന ആശംസകൾ. ഗംഭീരമായ ഒരു നഴ്സിംഗ് കരിയർ നിങ്ങൾക്കൊക്കെ ആശംസിച്ചു കൊള്ളുന്നു. ഒപ്പം ബാക്കി നിങ്ങളുടെ എല്ലാ കലാപരമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികാസവും നിങ്ങൾക്ക് സംഭവിക്കട്ടെ. കാരണം വലിയ ശക്തമായ ഒരു ആത്മാവിന് മാത്രമേ, പ്രാണന് മാത്രമേ മറ്റൊരു പ്രാണനെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ നമ്മൾ സിമ്പതൈസ് ചെയ്യാൻ മറ്റു മൃഗങ്ങൾക്ക് സാധിക്കാത്ത ഒന്നാണ്. മറ്റൊരാളുടെ വേദനയെ നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്. അയ്യോ നോവുന്നുണ്ടോ, അതിന് ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ, ഇപ്പൊ തീരും എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ മറ്റൊരാളുടെ കുപ്പായത്തിനുള്ളിൽ കയറാനുള്ള കഴിവ്. അപ്പോൾ ആ കാരുണ്യം, ആ മമത നിങ്ങളിൽ ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.